ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. രോഗിക്കു വൈദ്യനൻ യേശുവാണല്ലോ, പാപിക്കു രക്ഷകനൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം, തന്നഴിപ്പിണരാൽ 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 എനിക്കു സൗഖ്യം. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മനോഹരമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും 8-ാം വാക്യവും. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഏതാണ്ട് 2013-14 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം പലരും ഞാൻ പറയുമ്പോൾ ഓർക്കുമായിരിക്കും. ഒരു വോളിബോൾ താരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അരുണിമ സിൻഹ എന്നാണ് അവളുടെ പേര്. അവൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയം ചില കൊള്ളക്കാർ അവളെ ആക്രമിച്ചു. ആ ട്രെയിനിൽ നിന്ന് അവളെ തള്ളി പുറത്തേക്ക് എറിഞ്ഞു. തീർച്ചയായും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരു വ്യക്തി താഴേക്ക് പതിക്കുമ്പോൾ അപകടം ഉണ്ടാകുമല്ലോ. അവളുടെ
ഇടത്തെ കാല് അവൾക്ക് നഷ്ടമായി. അങ്ങനെ അവൾ വികലാംഗയായി, ഒരു കാലില്ലാത്തവളായി പിന്നീട് ജീവിക്കേണ്ടി വന്നു. എന്നാൽ ഈ പെൺകുട്ടി ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവളുടെ ഈ കാലില്ലാത്ത അവസ്ഥയിലും അവൾ ഒരു താൽക്കാലിക കാല് അവൾ ഫിറ്റ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് അത് കീഴടക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ആദ്യം പലവട്ടം അവൾ പരാജയപ്പെട്ടു. എന്നാൽ അവൾ ഒരു ദിവസം ആ എവറസ്റ്റിനെ കീഴടക്കി. ഏതാണ്ട് 2017-18 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവൾ എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കി ഒറ്റ കാല് വെച്ചുകൊണ്ട്. ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജീവിതം അവസാനിച്ചു എന്ന് തോന്നിയ ഭാഗത്ത് നിന്ന്, തോന്നിയ ഇടത്ത് നിന്ന് അവൾ സാധാരണക്കാരും കൈവരിക്കാത്ത വലിയ വിജയം ജീവിതത്തിൽ കൈവരിച്ചു. ഈ അരുണിമയാണ് ലോകത്തിൽ ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വികലാംഗയായ സ്ത്രീ, കാലില്ലാത്തതായ സ്ത്രീ. ഒരു കാലില്ലാതെ അവൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. സാധിക്കുന്ന കാര്യമാണോ? ചിന്തിച്ചാൽ നമുക്ക് 2 കാലുള്ളവർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ അവൾ അത് സാധിച്ചെടുത്തു. അതിൻ്റെ പിന്നിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി, അവളുടെ അമ്മ ഒരു വിശ്വാസിയായിരുന്നു. അവളുടെ അമ്മ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൾ ഈ അമ്മയുടെ വിശ്വാസത്തിൽ ആണ് പിന്നീട് ജീവിച്ചത്. ഞാൻ എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം എല്ലാം ജീവിക്കുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ വിശ്വാസം എന്നത് പലപ്പോഴും ഒരു പരിഹാസ വിഷയമാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ മുമ്പിൽ ഒരു വിശ്വാസി ആയിരിക്കുക, ദൈവവിശ്വാസം ഉണ്ടായിരിക്കുക എന്നെല്ലാം പറയുന്നത് ഒരു പരിഹാസ വിഷയമാണ്. ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി ഈ ബൈബിളൊക്കെ ആയിട്ട് നിങ്ങൾ നടക്കുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കേവലം ഒരു പള്ളിഭക്തനായിട്ടോ പള്ളിഭക്തയായിട്ടോ ജീവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു സഭാഭക്തനായിട്ടോ ഭക്തയായിട്ടോ ജീവിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ശരിയായ വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം, മരണശേഷം ഒരു നിത്യതയുണ്ട്, ആ നിത്യതയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു വിശ്വാസത്തോടെ ജീവിക്കുക എന്നുള്ളതായ ജീവിതം, അതിന്ന് നല്ലൊരു കൂട്ടം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്കുമില്ല. പള്ളിയിൽ പോകുന്ന വലിയൊരു കൂട്ടം ജനത്തിനില്ല. ഏതാണ്ട് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സമൂഹത്തിൽ ഉന്നതനായിരിക്കുന്ന ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടു. അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന സഭയിലെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹം അതിരാവിലത്തെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും പോകുന്ന ഒരു വ്യക്തിയാണ്. ഞായറാഴ്ച സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ആ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെതായ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അദ്ദേഹവുമായിട്ട് അല്പനേരം ഒന്ന് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നെ അദ്ദേഹത്തിന് അറിയാം. ഞാനൊരു സുവിശേഷകനാണെന്നും ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു ന്യായവിധി ഉണ്ട് എന്ന്? ദൈവം ഒടുവിലായി ഒരു ന്യായവിധി, ഒരു അന്ത്യ ന്യായവിധി നടത്തും, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. എന്താണ് സാർ അതിനകത്ത് സംശയമുള്ളത്? കാരണം അത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായ പ്രവചനങ്ങളൊക്കെയും ഓരോന്നോരോന്നായി ഈ കാലഘട്ടത്തിൽ നിവൃത്തിയാകുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെയെങ്കിൽ ന്യായവിധി എന്നതും സത്യം തന്നെയാണ്. മനുഷ്യനൊരു മരണമുണ്ട്, മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും, അവൻ്റെ ആത്മാവ് കടന്നു പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഞാൻ 100% വിശ്വസിക്കുന്നു, എനിക്ക് യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊക്കെ വെറുതെ പറയുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, ദൈവാലയത്തിൻ്റെ ചട്ടങ്ങളോടും ആചാരങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, പുറമേ നോക്കുമ്പോൾ നല്ല ഭക്തനായിരിക്കുന്ന ഒരു വ്യക്തി, കുട്ടികളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന, വേദപാഠം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് പറയുന്നത് അങ്ങനെയൊന്നുമില്ല എന്ന്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അന്ത്യ ന്യായവിധിയിലുള്ള വിശ്വാസം,
കർത്താവായ യേശുക്രിസ്തു എനിക്കൊരു സ്വർഗരാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ വിശ്വാസം, മരണശേഷം ഞാൻ അതിനെ അവകാശമാക്കണമെന്നുള്ള വിശ്വാസം, അതിനുവേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ തൻ്റെ ജീവിതത്തിലെ പാപവഴികളോട് യാത്ര പറഞ്ഞ് ജീവിക്കുന്നതായ ഒരു വിശ്വാസ ജീവിതം ഇന്ന് നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾക്കുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിലും നമുക്ക് മാതൃകയായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം വിശ്വാസികളുണ്ട്. അവർ ജീവിച്ച ഒരു മാതൃകയുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ വിശ്വാസം ഈ ഭൂമിയിൽ അവർ അനുവർത്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, വിശ്വാസത്താൽ അവർ ഈ ഭൂമിയിൽ അവകാശമാക്കിയ ചില കാര്യങ്ങൾ, കടന്നു ചെന്നപ്പോൾ സ്വർഗത്തിൽ അല്ലെങ്കിൽ പറുദീസായിൽ അവർക്ക് ലഭിച്ചതായ ആ പ്രവേശനം, ഇതെല്ലാം ദൈവവചനം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളുടെ ഒരു വലിയ പട്ടിക എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. എന്നിട്ട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുപോലെ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നാമും നമ്മുടെ ജീവിതത്തിലുള്ളതായ സകല പാപം, മുറുകെ പറ്റുന്ന പാപവും ഭാരവും എല്ലാം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആ യേശുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളും ജീവിക്കുക. കാരണം മുൻപേ ഓടിയതായ ധാരാളം വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കൂടെ ആ മാതൃക നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കും അത് നേടിയെടുക്കാം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിലെ അനുഭവത്തോട് ചേർത്ത് വിശ്വാസികളുടെ പട്ടികയിൽ കൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഒരു ദിവസം വിശ്വാസികളുടെ പട്ടികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ മോശയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് അല്പനേരം സംസാരിക്കാനായി ഞാൻ ചിന്തിക്കാനായി ആഗ്രഹിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. പറഞ്ഞാലും തീരില്ലാത്ത ഒരു വിഷയമാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അബ്രഹാമിൻ്റെ ചില വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 11-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഒരു ദേശത്ത് ഭാര്യയും അപ്പനും സഹോദരങ്ങളും അങ്ങനെ ബന്ധുജനങ്ങളും എല്ലാമായി സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിന് പ്രത്യക്ഷനായി സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അബ്രഹാം ഇന്നുവരെ ഈ ദൈവത്തെ കണ്ടിട്ടില്ല, ഈ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അബ്രഹാമിന് അറിയാവുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് പോലെ ചില വിഗ്രഹങ്ങളെ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ജീവനുള്ള ദൈവത്തെ, സംസാരിക്കുന്ന ദൈവത്തെ, മനുഷ്യന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവത്തെ അബ്രഹാമിന് പരിചയമില്ല. എന്നാൽ ആ സമയത്താണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. അതിന് നീ എന്ത് ചെയ്യണം? നീ നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നീ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തെ നീ വിടണം, ഈ ദേശത്തെ വിട്ട് മാറണം. ഇപ്പോൾ ഈ ദേശത്ത് നിന്ന് നിനക്ക് ഞാൻ മറ്റൊരു ദേശം നിനക്ക് വാഗ്ദത്തമായി തരികയാണ്. 2, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ ബന്ധുജനങ്ങളെ വിടണം, നിന്നോട് ചേർന്ന് നിൽക്കുന്നവരെ വിടണം. അതുകൊണ്ട് ഈ ദേശത്തെയും നിന്റെ ഈ ദേശത്തുള്ളതായ നിന്റെ ബന്ധുജനങ്ങളെയും നീ വിട്ട് തീർന്നില്ല, പിതൃഭവനത്തെയും വിടണം, നിന്റെ പാരമ്പര്യത്തെ വിടണം. നീ ഇതുവരെ പിന്തുടർന്നുകൊണ്ടിരുന്നതായ നിന്റെ പാരമ്പര്യത്തിലുള്ളതായ വിശ്വാസത്തെ നീ വിടണം. ദൈവത്തിന് സ്തോത്രം. പിതൃഭവനത്തെ വിടുക എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതുവരെ നീ നിലനിർത്തിക്കൊണ്ടുവന്ന ഒരു വിശ്വാസമുണ്ട്. ഇതുവരെ നിനക്ക് ഒരു ദൈവം അല്ലെങ്കിൽ ദൈവങ്ങളെന്ന് വിളിക്കുന്ന പലതും നിന്റെ കയ്യിലുണ്ട്. നീ അതെല്ലാം വിടണം. പാരമ്പര്യമായി നിനക്ക് കിട്ടിയതായ, വിശ്വാസത്തിന്റെ പേരിൽ നിനക്ക് കിട്ടിയതായ അതെല്ലാം നീ വിടണം. എന്നിട്ട് ഏക സത്യദൈവമായിരിക്കുന്ന ഞാൻ പറയുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. ദൈവമക്കളെ, നമ്മളോടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറപ്പെടുമോ? ഈ ദൈവത്തെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഒരു ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ട് നമ്മൾ ധൈര്യത്തോടെ പുറപ്പെടുമോ? എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചത് എങ്ങനെയാണ്?
സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ച വഴി എവിടേക്ക് പോകുന്നു എന്നറിയാതെ ദൈവത്തെ അനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. അബ്രഹാമിന് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടി. തന്നോട് സംസാരിക്കുന്നത് സത്യദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അബ്രഹാം അതനുസരിച്ചു. ദേശത്തെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു, ചാർച്ചക്കാരെ വിട്ടു, ഇറങ്ങി പുറപ്പെട്ടു. ഇതാണ് വിശ്വാസം. ദൈവമക്കളെ, ഈ ദേശം കണ്ടിട്ടല്ല നാം വായിക്കുന്നത്. ഇങ്ങനെയാണ്, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ കാണിച്ചു തരാമെന്നാ പറഞ്ഞത്. ഒരു ദേശം നിന്നെ കാണിച്ചു തരാം, നിനക്ക് അവകാശമായി തരുന്ന ഒരു ദേശത്തേക്ക് നീ പുറപ്പെടുക. അത് എവിടെയാണെന്നോ ആ ദേശം എങ്ങനെയുള്ളതാണെന്നോ ഒന്നും ഇപ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്നില്ല. വെറുതെ നീ പുറപ്പെടുക. നിനക്ക് ഞാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാനൊരു അവകാശം വെച്ചിട്ടുണ്ട്. ആ അവകാശത്തിലേക്ക് നീ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുക. ദൈവമക്കളെ, വിശ്വാസം അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നാം വിടേണ്ടതായ പലതുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതുവരെ വിശ്വാസത്തിന്റെ ഭാഗമായി നാം പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും നമ്മൾ വിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഈ കക്ഷിഭ്രാന്ത് നമ്മൾ വിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മതഭ്രാന്ത് നമ്മൾ വിടേണ്ടതായിട്ട് വരും. ചിലപ്പോഴല്ല, വിട്ടേ പറ്റൂ. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്, ചില പാപങ്ങളുണ്ട്. അതെല്ലാത്തിനോടും നമ്മൾ യാത്ര പറഞ്ഞേ പറ്റുകയുള്ളൂ. അബ്രഹാം ധൈര്യത്തോടെ പുറപ്പെടുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ തന്നെ അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ വാക്ക് കേട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവമക്കളെ, ഈ വിശ്വാസം എന്ന് പറയുന്നത് തരാനിരിക്കുന്നതായ ദേശം കണ്ട ശേഷം ഇറങ്ങി പുറപ്പെടുന്നതല്ല. അബ്രഹാമിന് കനാൻ ദേശം കാണിച്ചു കൊടുത്തിട്ടല്ല അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത്. നിനക്ക് ഞാനൊരു ദേശം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നീ പുറപ്പെടുക എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. ഇന്ന് അനേകര് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ജൻസി തലമുറ പറയുന്നത്, ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങളെ കാണിച്ചു താട്ട്, സ്വർഗം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു താട്ട്, ദൈവം ഉണ്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു താട്ട്. ദൈവത്തിന് സ്തോത്രം. നരകം ഉണ്ടെന്ന് എന്താ തെളിവ്? നരകത്തിൽ പോയ ആരെങ്കിലും നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? സ്വർഗത്തിൽ പോയ ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്നതോ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നതായ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്നാണ് ഇന്നത്തെ തലമുറ പറയുന്നത്. അതല്ല വിശ്വാസ ജീവിതം. വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകത്തില്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടല്ല വേദപുസ്തകം എഴുതി തുടങ്ങിയിരിക്കുന്നത്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കയ്യിലാണ് ഈ വാചകം ആദ്യം തുടങ്ങുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക ആദ്യം. ദൈവത്തിന് സ്തോത്രം. ഇനി ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലോ? ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം, ഒരു സമർപ്പണത്തിലേക്ക് വന്ന ശേഷം, കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിച്ച ശേഷം നിങ്ങൾ ആ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകൂ. അവിടെ നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ കാണും. അവിടെ നിങ്ങൾക്ക് യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അവിടെയാണ് അബ്രഹാമിന്റെ വിജയം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അതുവരെ കേട്ടിട്ടില്ലാത്ത, അതുവരെ അറിയാത്ത ഒരു ദൈവത്തെ കേട്ടു, ഒരു ദൈവത്തെ അറിഞ്ഞു. ആ ദൈവത്തിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇതുവരെ കാണാത്ത ഒരു ദേശത്തേക്ക് പുറപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നാം നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് നേരിട്ടിറങ്ങി വന്ന കാര്യങ്ങൾ, ഓരോ ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, സാധിപ്പിച്ചു കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ അണ്ടകടാഹത്തിന്റെ സൃഷ്ടാവ് കേവലം ഒരു കൃമി പോലും അല്ലാത്ത, ഈ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ, പ്രപഞ്ചത്തെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാത്തതായ ഈ കേവല മനുഷ്യന്റെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ദൈവമക്കളെ, ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയുള്ള ഒരു അനുഭവമുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവവിശ്വാസമില്ലാതെ നിരീശ്വര ചിന്താഗതിയോടുകൂടി നടന്നിരുന്നായ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നത്. ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനം കേട്ട ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസം മുളച്ചു വന്നു. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ അവൻ നമ്മെ വഴി നടത്തും, അവൻ നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കും, അവൻ നമുക്ക് നല്ലൊരു ഭാവി തരും എന്നുള്ളതായ ഒരു വാഗ്ദത്ത വചനമാണ് ഞാൻ ആദ്യമായിട്ട് ഈ വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി എന്നെ സ്വാധീനിച്ചത്. ദൈവമക്കളെ, ഞാനൊന്ന് ചിന്തിച്ചു, അത് സത്യമാണെങ്കിൽ ഒന്ന് അനുഭവിക്കണമല്ലോ. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചാൽ ഭാവി സുരക്ഷിതമാക്കുന്ന, ഭാവി നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ആ ദൈവത്തെ ഒന്ന് അനുഭവിക്കണമല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉളവായി.
മറ്റൊന്നും ഞാൻ പിന്നെ നോക്കിയില്ല. അതുവരെയുള്ള എൻ്റെ വിശ്വാസം, അവിശ്വാസം, അല്ലെങ്കിൽ ഞാനൊരു നിരീശ്വര ചിന്താഗതിയാണ് എന്നുള്ളതൊക്കെ ഞാൻ അങ്ങ് മറന്നു. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ജീവിതം അവിടെ വെച്ച് ഞാൻ മുട്ടിന്മേൽ ആദ്യമായിട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് മറ്റുള്ളവരാരോടും ഞാൻ പറഞ്ഞതല്ല. എൻ്റെ തൊട്ട് ചേർന്നെല്ലാം ധാരാളം ദൈവമക്കളെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു. അവരാരാണെന്ന് പോലും ഞാൻ ഇന്ന് ഓർക്കുന്നില്ല. എന്നാൽ അവിടെ ഞാൻ മുട്ടുമടക്കി, ഞാൻ കണ്ണുകളെ അടച്ച് ഞാൻ ഇപ്രകാരം മാത്രം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ നീ എനിക്ക് തന്നതുപോലെ, നീ എന്നോട് പറഞ്ഞതുപോലെ കർത്താവേ, ഈ ലോകത്തിന്റെ അഴുക്കായ, ഈ ലോകത്തിന്റെ പാപ വഴികളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ജീവിതത്തിലുള്ള പാപത്തോട് ഞാൻ യാത്ര പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തുടർന്നങ്ങോട്ടുള്ളതായ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപ വഴികളോട് യാത്ര പറഞ്ഞപ്പോൾ പലരോട് ക്ഷമ ചോദിച്ചു. എൻ്റെ മാതാപിതാക്കന്മാരോട് ക്ഷമ ചോദിച്ചു. ഞാൻ ചെയ്ത തെറ്റുകൾ ആരോടൊക്കെ ചെയ്തോ അവരുടെ എല്ലാം അടുക്കൽ, എനിക്ക് ഓർമ്മ വന്നവരുടെ എല്ലാം അടുക്കൽ പോയി ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു. നീക്കുപോക്കുകൾ ഞാൻ വരുത്തി. പക്ഷേ സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയാമോ? ജീവനുള്ള ക്രിസ്തു, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത ഒരു സമാധാനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ഒരു സമാധാനം, ഈ ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത ഒരു സമാധാനം അന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ദൈവമക്കളെ, അത് യേശുവായിരുന്നു. ആ സമാധാനമായി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത് യേശുവായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ യേശു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ എൻ്റെ ആവശ്യങ്ങളും കർത്താവിനോട് പറഞ്ഞു. കാരണം എനിക്ക് ഈ ലോകത്തിലല്ലേ ഇനിയും ജീവിക്കേണ്ടത്. ഈ ലോകത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് മുഴുവൻ ഞാൻ ജീവിക്കണ്ടേ. അന്ന് മുതൽ ഞാൻ എൻ്റെ ഓരോ ആവശ്യങ്ങൾ ഈ യേശു ക്രിസ്തുവിനോട് സ്വകാര്യമായി പറയാൻ തുടങ്ങി. മറ്റുള്ളവരെ കേൾക്കുകയൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ, എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു മൂലക്കൽ മാറിയിരുന്നു കൊണ്ട്, ഒരു കീറപ്പായ വിരിച്ചിട്ട് അതിൽ മുട്ടുമടക്കി ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്നും കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ ഭാവി ഇങ്ങനെയാണ്, നശിച്ചു കിടക്കുകയാണ്. എൻ്റെ പഠിത്തം ഇങ്ങനെയാണ്, പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് എൻ്റെ അടുക്കൽ ഒരു സുഹൃത്ത് ഇരിക്കുമ്പോൾ ആ സുഹൃത്തിനോട് പറയുന്നത് പോലെ ഞാൻ ഓരോ കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. ദൈവമക്കളെ, എന്തായി തീരുമെന്നോ ഇതെങ്ങനെയായി തീരുമെന്നോ ഒന്നും ഓർത്തിട്ടല്ല ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത്. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ എൻ്റെ ഉപനിധിയാണെന്നും അവൻ എന്നെ അവസാനം നടത്തുമെന്നും ഈ കഴിഞ്ഞ 30 വർഷക്കാലത്തെ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ചരിത്രം വെച്ചുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ തകർന്നു കിടന്ന സകല മേഖലകളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എനിക്ക് പുതിയ ജീവിതം തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ജീവിതം എനിക്ക് തന്നു. എനിക്ക് ഈ ജീവിതത്തിൽ, ഈ വിശ്വാസ ജീവിതത്തിൽ ചില കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു കേട്ടോ. നഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പാപം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന ചീത്ത വാക്കുകൾ അതെനിക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ കൂടി വന്നിരുന്ന ചീത്ത ചിന്തകൾ അതെനിക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം വെറുക്കുന്നതായ പാപ സ്വഭാവത്തോട്, പാപങ്ങളോട് യാത്ര പറയുവാൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തികഞ്ഞവനായി എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നും എനിക്കറിയാം എൻ്റെ ഹൃദയത്തിലെ ചില ചിന്തകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ, അതിലെല്ലാം തെറ്റുവരുന്നത് എൻ്റെ ഹൃദയത്തിലും എൻ്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ കാണുവാൻ ഈ ദൈവത്തിൻ്റെ വചന കേൾവി എന്നെ സഹായിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട് ഈ രക്തം യേശുക്രിസ്തുവിന്റെ രക്തമായി തീർന്ന് നിത്യരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ള ഒരേ ലക്ഷ്യത്തിലാണ് ഞാൻ ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആദ്യം വരേണ്ടത് ഒരു അനുസരണമാണ്, ഒരു സമർപ്പണമാണ്. വചനം കേൾക്കുമ്പോൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വാക്ക് ഇത് മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതം ഒന്ന് കൊടുക്കുക. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം ഒന്ന് സമർപ്പിച്ച് നോക്കൂ. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ യേശുവിന് ജീവിതം സമർപ്പിച്ച നാൾ മുതൽ അതിനുശേഷമുള്ളതായ ഈ വർഷക്കാലം അത്രയും കർത്താവായ യേശു ക്രിസ്തു എന്നെ നടത്തിയത്, എന്നെ മനോഹരമായി കർത്താവായ യേശു ക്രിസ്തു ഓരോ സ്ഥലങ്ങളിലും കൊണ്ടു നടക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന്, യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കുക. അബ്രഹാം ചെയ്തത് അതാണ്. ആദ്യം അനുസരിച്ച് കർത്താവ് പറഞ്ഞതായ രീതിയിൽ ആ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 13-14-15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഈ അബ്രഹാം പുറപ്പെട്ടതായ സമയം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് പുറപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ട് വീണ്ടും അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. ഈ ലോക ജീവിതത്തിൽ പിന്നീട് അബ്രഹാമിന് പല ആവശ്യങ്ങളും വന്നു,
പല ആവശ്യങ്ങളും വന്നു. കാരണം നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. രോഗങ്ങൾ വരും, സൗഖ്യം വേണ്ടേ? ദൈവത്തിന് സ്തോത്രം. കടഭാരം വരും, കടഭാരം മാറിക്കിട്ടണ്ടേ? നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പണം ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വ്യവസ്ഥിതി അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പണം ആവശ്യമുണ്ട്, നമുക്കൊരു ജോലി ആവശ്യമുണ്ട്. ദൈവമക്കളെ, നമുക്കൊരു കുടുംബം ആവശ്യമുണ്ട്, നമുക്ക് മക്കളെ ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ധാരാളം ആവശ്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തവരാണോ? സ്വർഗത്തിലെ ദൈവം മനോഹരമായി നടത്തും. ഇതാ നാം വായിക്കുന്നത് എന്താണ്? നമുക്ക് വായിക്കാം 13:14-15. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളിച്ചത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഈ യാത്ര അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല കേട്ടോ. അബ്രഹാമിനെ വിളിച്ച് ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതായ ദൈവം, അബ്രഹാമിന്റെ തുടർന്നുള്ള യാത്ര നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അതത്ര സുഖകരമായിരുന്നില്ല. ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ അത്ര സുഖകരമല്ല എല്ലായ്പ്പോഴും. പലതരത്തിലുള്ളതായ ജീവിതത്തിലെ കടുത്ത വേദന ഉളവാക്കുന്ന സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. വിശ്വാസി ആയല്ലോ, എന്നാൽ പിന്നെ ഇനി എല്ലാം സുഖമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ധാരാളം കഷ്ടതകളും ദുരിതങ്ങളും ഈ അബ്രഹാം തന്റെ തുടർന്നുള്ള യാത്രയിൽ ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സ്വന്തം ഭാര്യ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. ഏതായാലും കേടൊന്നും പറ്റിയില്ല, എങ്കിലും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. മാത്രമല്ല, ക്ഷാമമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. താൻ താമസിച്ച സ്ഥലത്ത് കഠിന ക്ഷാമമുണ്ടായി. ദൈവമക്കളെ, അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഭാര്യ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ വന്നു. കൂടെ പുറപ്പെട്ടതായ സഹോദരപുത്രൻ ലോത്തുമായിട്ട് പിരിയേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇങ്ങനെ പലതും ഈ വിശ്വാസ ജീവിതത്തിന്റെ ഇടയിൽ ഉണ്ടായി. ഒരേ വിശ്വാസത്തിൽ ഒരേ സമയത്ത് ഇറങ്ങി പുറപ്പെട്ടതാണ് ലോത്തും അബ്രഹാമും. എന്നാൽ ഒരു സമയം വന്നപ്പോൾ ഈ ലോത്തിനെ വിട്ട് പിരിയേണ്ടതായിട്ട് വന്നു. ലോത്തിനോട് പറഞ്ഞു, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്. എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ട് പോകണം, അതിന്റെ നേരെ എതിർ ദിശയിലേക്ക് പോകാം. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിനി യാത്ര സാധ്യമല്ല. ദൈവമക്കൾ, ഇങ്ങനെ പലതരത്തിലുള്ളതായ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ അബ്രഹാം കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അബ്രഹാമിന്റെ ഈ യാത്രയിൽ അബ്രഹാമിന് എന്നും വേട്ടയാടിയിരുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? അബ്രഹാമിന് മക്കളില്ല, ഇനിയൊരു തലമുറയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ആദ്യത്തെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുന്ന പറഞ്ഞത്. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന ആദ്യത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് തന്നെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നാണ്. പക്ഷെ അബ്രഹാമിനോ മക്കളില്ലാത്ത വ്യക്തിയോടാണ് പറയുന്നത്. 75-ാമത്തെ വയസ്സിൽ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 99 വയസ്സുവരെയും അബ്രഹാമിന് മക്കളുണ്ടായില്ല. അതിനിടയിൽ തൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിൽ ഒരു ഇസ്മായിൽ ജനിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയായ സാറായിൽ മക്കളുണ്ടായില്ല. ദൈവമക്കളെ, ഇവിടെയും ദൈവം കൊടുത്ത വാഗ്ദത്തം അത് തന്നെയാണ്. ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം ശാശ്വതമായിട്ട് തരും എന്ന് പറഞ്ഞത്. അപ്പോഴും മക്കളില്ല. അങ്ങനെയും മക്കളില്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പോഴും മക്കളില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ദൈവമാണ് വാഗ്ദത്തം കൊടുത്തത്. 100 വയസ്സായി, നല്ല പടുകിളവനായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വാർദ്ധക്യത്തിലെത്തി. സാറയ്ക്കും നല്ല പ്രായമായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ദൈവം തൻ്റെ വാഗ്ദത്തം ഒരിക്കലും മറക്കുന്നവനല്ല. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവന് അല്പം താമസിച്ചാലും ദൈവത്തിന്റെ സമയത്ത് അവൻ വാഗ്ദത്തങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അവന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ഓരോന്നും നിവർത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് സാറയിൽ ഇസഹാക്ക് എന്ന് പറയുന്നതായ മകൻ ജനിച്ചു. വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം നാം എടുക്കേണ്ടത് ഒരു സമർപ്പണമാണ്, ഒരു തീരുമാനമാണ്, ഒരു അനുസരണമാണ്. ഞാൻ ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കും, ഞാൻ ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാം. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? ഈ നൂറ്റാണ്ടിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ വിശ്വാസം കാണാൻ പോലും ഇല്ലാത്തതായ ഈ ലോകത്തിൽ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും വിശ്വാസത്തെ ഇല്ലാതാക്കി കളയുമ്പോൾ, വിശ്വാസത്തെ വിട്ടൊഴിഞ്ഞ് ഓടുമ്പോൾ, ലോകത്തിന്റെ വഴിയിലേക്ക് ഓടുമ്പോൾ,
ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തുന്ന മനോഹരമായ ഒരു അനുഭവമുണ്ട്. അത് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാം. നിങ്ങൾ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കൂ ദൈവമക്കളെ. യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കൂ. ക്രിസ്തുവിനോടൊന്ന് വാക്ക് പറഞ്ഞു നോക്കൂ. ആ ക്രിസ്തുവിനായി ജീവിക്കുമെന്നൊരു വാക്ക് പറയൂ. ജീവിതത്തിലെ പാപവഴികളോട് യാത്ര പറയൂ. കാണാം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സന്ദർശിക്കുന്നതും യേശു ക്രിസ്തു നിങ്ങളെ വഴി നടത്തുന്നതും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് സമ്മതമാണോ യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കാൻ? ഒരു വാക്ക് യേശുവിനോട് പറയാമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കിയ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം സമർപ്പിച്ചു? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഈ നൂറ്റാണ്ടിൽ ഒരു വിശ്വാസിയായിരിക്കാൻ ഞങ്ങൾക്ക് നീ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളുടെ ആയുസ് തീരുന്നതുവരെയും നിന്നിലുള്ള വിശ്വാസത്തിൽ ഉറച്ച് ഈ ഭൂമിക്ക് എന്തെല്ലാം സംഭവിച്ചാലും ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവെ, ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.